മൈലാരി ദോശ. ഇത് മൈസൂരിൽ കിട്ടുന്ന ദോശയാണ്. മൈസൂരിൽ ചെയ്യാൻ പറ്റുന്ന 5 സാധനങ്ങൾ. ആദ്യത്തത് മൈസൂർ സൂപ്പ്. പിള്ളേരൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ മൈസൂർ സൂപ്പ് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അവർ തീർച്ചയായും എൻജോയ് ചെയ്യും. ഇവിടെ കുറെ ആനിമൽസ് ഉണ്ട്, ബേർഡ്സും ഉണ്ട്. പിള്ളേർക്ക് നല്ലൊരു ടൈം പാസ് ആണ്. പക്ഷെ വലിയ ആൾക്കാർക്ക് നടന്നു മടുക്കും, പ്രത്യേകിച്ച് ഈ പൊരി വെയിലത്ത്. അവിടെ പോയി കിടന്നുറങ്ങുക. രാവിലെ മൊത്തം മൈസൂർ സൂ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് അടിക്കാൻ ഹോട്ടൽ RRR. ഇതൊരു ആന്ധ്ര ക്വിസീനാണ്. ഹോട്ടൽ RRR ഇവിടെ ഫേമസ് ആന്ധ്ര മീൽസ്. പക്ഷെ ബിരിയാണി വിട്ട് കളിയില്ലാത്തതുകൊണ്ട് ചിക്കൻ 64, ചിക്കൻ ബിരിയാണി, മട്ടൻ ഫ്രൈ, ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. റൈസ് കുറച്ച് ഡ്രൈ ആണ്, പക്ഷെ എന്നാലും കറിയുടെ കൂടെ അടിപൊളിയാണ്, ഒരു രക്ഷയുമില്ല. ഇവിടെ ഇരുന്ന് പോകുന്നുണ്ട്. ഞങ്ങൾ ബില്ല് കൊടുത്തിട്ട് അടുത്ത പരിപാടിക്ക് ഇറങ്ങി. വൃന്ദാവൻ ഗാർഡൻസ്. ഇവിടെ ഗാർഡൻ ആണ് ഹൈലൈറ്റ്. ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഗാർഡനിലേക്ക് എക്സ്ക്ലൂസീവ് ആക്സസ് ഉണ്ട്. വൈകുന്നേരം രാവിലെ നല്ല വൈബാണ്, പക്ഷെ പട്ടിശല്യം ഉള്ളതുകൊണ്ട് ടൂൾസ് എടുക്കണം. പിന്നെ വൃന്ദാവൻ ഗാർഡൻസിന്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്, അത് വേണമെങ്കിൽ പോയാൽ മതി. ശ്രീ വേണുഗോപാല സ്വാമി ടെമ്പിൾ. ഇതൊരു ശാന്തി സ്ഥലമാണ്. താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് നേരെ മൈസൂർ പാലസിലേക്ക് പോകും. മൈസൂർ പാലസ് ആണെങ്കിൽ പിള്ളേർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. കാരണം ഇങ്ങനത്തെ ആർക്കിടെക്ചറൽ മാർവൽ കാണാനും കൊത്തുപണികൾ കാണാനും ഇവിടുത്തെ ഡിസൈൻസ് ഒക്കെ കാണാൻ ഭയങ്കര നല്ല. ഇവിടെ 4 എൻട്രൻസസ് ഉള്ളതുകൊണ്ട് ഏത് വഴി കൂടെ വന്നാൽ കാർ എവിടെയോ പാർക്ക് ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് ഓർത്ത് നോക്കണം, എന്നാലേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അവസാനത്തെ സ്പോട്ടാണ് ഗാരു സ്വീറ്റ് മാർട്ട്. ഇവിടെ എന്തായാലും പോകണം. ഇവിടെയാണ് മൈസൂർ പാക്ക് കണ്ടുപിടിച്ചത്. ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട്. ഞാൻ കിലോ കണക്കിന് വാങ്ങിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പം ഇതാണ് ഞങ്ങൾ മൈസൂർ ചെയ്ത് 5 തിങ്സ്.